നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സ്വാഭാവികമായി കുറേയേറെ സമയവും നാം മറ്റുള്ളവരുമായി ഇടപഴകിയാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നാം ഏത് ഫീൽഡിൽ നിന്നും ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആവാം, ആർട്സ് ആവാം, മെഡിക്കൽ ആവാം, ഇൻ കേസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവരോട് ഹെൽത്തിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു അത്യാവശ്യ ഘടകമാണ്. സോ ഹൗ ടു ഡെവലപ്പ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? അറ്റ് ഫസ്റ്റ് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അധികം ആളുകൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത. ബട്ട് ഐ എം റിയലി സോറി, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലുമാണെന്ന് ഒന്നാമതായി നാം മനസ്സിലാക്കണം. രണ്ടും അതിൽ തന്നെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പതറ്റിക് ആൻഡ് വീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഗ്രോ അപ്പ് ടു ദ റിയലൈസേഷൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമുക്ക് പഠിക്കാനാകും, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനും ആകും. സോ ഈ ആർട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സ് നമുക്ക് പരിചയപ്പെടാം. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ഷോ റെസ്പെക്റ്റ് ആൻഡ് അപ്രീസിയേഷൻ. നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വിലപ്പെട്ട 2 ഫാക്ടേഴ്സാണ്. ബിക്കോസ് നമ്മൾ മറ്റുള്ളവരുടെ ആശയങ്ങളോട് ബഹുമാനം കാണിക്കുമ്പോൾ അവരെ തന്നെ ബഹുമാനിക്കുകയാണ്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഈസി വേ നാം തന്നെ അവിടെ ഒരുക്കുകയാണ്. ഇനി എങ്ങനെ നമുക്കവരെ ബഹുമാനിക്കാം? നാം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മേക്കാൾ പ്രായത്തിൽ ഇളയവരാണെങ്കിൽ പോലും അവരെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് വഴി അവരെ നാം റെസ്പെക്റ്റ് ചെയ്യുകയാണ്. ഇതേ സമയം അവരുടെ ആശയങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അവർക്ക് അത് അപ്രിസിയേഷനായി ഫീൽ ചെയ്യുകയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ സ്മൂത്ത് ആവുകയും ചെയ്യും. സോ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും അദ്ദേഹത്തിൻ്റെ സമയത്തെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്പർ 2, ലിസൺ ആക്റ്റീവ്ലി. നമ്മോട് സംസാരിക്കുന്ന ആളുകൾക്ക് തോന്നണം അവരെ കേൾക്കുന്ന ഒരാളുമായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന്. അവർ നമ്മോട് പറയുന്നതിനോട് വെറുതെ റെസ്പോൺസ് നൽകുക എന്നതിലുപരി പൂർണ്ണമായും അവർ പറയുന്നത് എന്താണെന്ന് മുഴുവൻ ചെവിയും നൽകി കേൾക്കുക. ബിക്കോസ് ആരാണോ ഒരു സമയം സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന വ്യക്തിയാണ് ആ മൊമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അതുപോലെ തന്നെ നമ്മോട് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക. അതിപ്പോൾ നാം ഒരു ഫോൺ കോളിലാണ് ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം വാട്സാപ്പിൽ പോയി മെസ്സേജ് അയക്കാനോ മെയിലുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. നമ്പർ 3, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് പാരഫ്രൈസ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വഴി നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മോട് സംസാരിക്കുന്ന ആൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകും അയാൾ സംസാരിക്കുന്ന കാര്യത്തിൽ നാം ഇൻട്രസ്റ്റഡ് ആണെന്ന്. ആൻഡ് ഡെഫിനറ്റ്ലി അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ആക്കും. ഇതിൻ്റെ തന്നെ മറ്റൊരു മെത്തേഡാണ് പാരഫ്രൈസിങ്. അതായത് നമ്മോട് സംസാരിച്ച കാര്യം മറ്റു വാക്കുകളിൽ അയാളുടെ തന്നെ നാം തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. നാം അവരെ നല്ല വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് അവരെ ബോധ്യമാക്കുന്ന കാര്യത്തിൽ പാരഫ്രൈസിങ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഉപകരിക്കും. നമ്പർ 4, മേക്ക് ഐ കോണ്ടാക്ട്. നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ അയാളുമായി കുറച്ചെങ്കിലും കണക്റ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കണക്ഷൻ ലഭിക്കാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കുന്നത് നമ്മെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ആ കണക്ഷൻ വഴി മാത്രമേ ഒരു മീനിങ് ഫുൾ കോൺവെർസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കൂ. ഒരാൾ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഭിത്തിയിൽ നോക്കിയിരിക്കുന്നതോ മറ്റെങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കുന്നതോ അഥവാ നമ്മുടെ വാച്ചിലോ ഫോണിലോ കണ്ണ് നട്ടിരിക്കുന്നത് വരെ അർത്ഥമാക്കുന്നത് സംസാരിക്കുന്ന ആളോട് താല്പര്യം കാണിക്കുന്നില്ല എന്നും അയാളുടെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുന്നില്ല എന്നുമാണ്. ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ നാം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നത് അർത്ഥമാക്കുന്നത് ഇതാണ്: നമ്മൾ അയാൾ പറയുന്ന കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. സോ പ്രാക്ടീസ് ഐ കോണ്ടാക്ട് ഫോർ എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. നമ്പർ 5, പേ അറ്റൻഷൻ ടു ബോഡി ലാംഗ്വേജ്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല സമയങ്ങളിലും നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ സിഗ്നിഫിക്കൻസ് ഉള്ളത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അവർ നമ്മോട് പറയുന്ന കാര്യങ്ങളോട് നമുക്കുള്ള ഇൻട്രസ്റ്റ് എല്ലാം ആക്ച്വലി റിവീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ്. സോ എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ഓപ്പണായ ഒരു ബോഡി പോസ്ചർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയറിംഗ് ഫ്രീക്ക്.